എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലായി പമ്പിനെ കുറിച്ച് നമ്മൾ വിശദമായി പറയുകയുണ്ടായി. പമ്പിൻ്റെ പ്രവർത്തന തത്വം, ടൈപ്സ് ഓഫ് പമ്പ് എന്നീ ടോപ്പിക്കുകളിലായി നമ്മൾ വിവിധ പമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പമ്പ് റിപ്പയർ ചെയ്യുക തുടങ്ങിയ പ്രായോഗിക പരിശീലനങ്ങളൊന്നും തന്നെ നമുക്ക് ITI വന്ന് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടല്ലോ. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, പമ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെയും പരിസരത്തുമൊക്കെ വിവിധതരം പമ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ചിലരൊക്കെ അതൊക്കെ പോയി നോക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സബ്മർസിബിൾ പമ്പും ജെറ്റ് പമ്പും ഓപ്പൺ വെൽ സെൻട്രിഫ്യൂഗൽ പമ്പും ഒക്കെ എയർലിഫ്റ്റ് പമ്പും ഒക്കെ നമുക്ക് വീടിൻ്റെയും പരിസരത്തുമൊക്കെ കാണാൻ കഴിയും. ചിലരൊക്കെ അങ്ങനെ പമ്പൊക്കെ പോയി നോക്കിയിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായിട്ടുണ്ടായി. എന്തായാലും അത് എല്ലാവരും ചെയ്തു കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പമ്പിൻ്റെ ആ 4 ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കി ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അസൈൻമെന്റ് എന്ന നിലയിൽ ചോദ്യം ചോദിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരിക്കും. ഇപ്പോൾ വളരെ ലളിതമായ 10 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നവർക്ക് ഒരു ചെറിയ സമ്മാനം കൂടി കൊടുത്താലോ? അതൊരു രസമായിരിക്കും. അപ്പൊ നമുക്ക് ഈ 10 ചോദ്യത്തിന് ശരിയുത്തരം പറയുന്ന, മിക്കവാറും എല്ലാവരും ശരിയുത്തരം പറയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് നമുക്കൊരു സമ്മാനം കൊടുക്കും. സമ്മാനം ഇതാണ്. ഈ സമ്മാനം എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിൽ എത്തുക എന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ഓൺലൈൻ ക്ലാസ് പോലെ തന്നെ ഓൺലൈൻ ക്ലാസ് പോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗും ഇന്ന് വളരെ സജീവമാണ്. അപ്പോൾ വിജയിയാവുന്ന വിദ്യാർത്ഥിയുടെ വീട്ട് അഡ്രസ്സിൽ ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഈ സമ്മാനം വീട്ടിലെത്തും. പ്ലംബർ ട്രേഡിലെ SCDD ITIയിലെ മുഴുവൻ അധ്യാപകർക്ക് വേണ്ടിയാണ് ഈ ഒരു ചെറിയ സമ്മാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഫസ്റ്റ് അസൈൻമെന്റ് എന്ന നിലയിലാണ് ഇങ്ങനെയൊരു സമ്മാനം. എല്ലാ അസൈൻമെന്റിനും നമുക്ക് സമ്മാനം കൊടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരു തുടക്കം എന്ന നിലയിൽ മാത്രം ഇതിനെ കാണുക. അപ്പോൾ എല്ലാവരും ഉത്തരം അയക്കണം. ഉത്തരം അയക്കേണ്ടത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കല്ല, അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ITIകളിലെ ഇൻസ്ട്രക്ടർമാരുടെ, ട്രേഡ് ഇൻസ്ട്രക്ടർമാരുടെ, തിയറി കൈകാര്യം ചെയ്യുന്ന ഇൻസ്ട്രക്ടർമാരുടെ പേഴ്സണൽ വാട്സപ്പിലേക്ക് ഉത്തരങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ അയച്ചു കൊടുക്കുക. അതിനകത്ത് ഇത്രയേ വേണ്ടൂ. ചോദ്യം നമ്പർ 1 ആണെങ്കിൽ 1, 4 ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ശരിയായ ഓപ്ഷൻ A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C ആണെങ്കിൽ C, D ആണെങ്കിൽ D. അപ്പോൾ ചോദ്യത്തിൻ്റെ നമ്പറും ശരിയുത്തരത്തിൻ്റെ ഓപ്ഷനും ചേർത്തുകൊണ്ട്
അങ്ങനെ 10 എണ്ണത്തിൻ്റെയും ഉത്തരങ്ങൾ വാട്സപ്പിലൂടെ ഇൻസ്ട്രക്ടർമാരുടെ പേഴ്സണൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് ഓരോ ITIയിലെയും ശരിയുത്തരങ്ങൾ, പൂർണ്ണമായി ശരിയുത്തരം അയച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ലിസ്റ്റ് നമുക്കൊരു കേന്ദ്രത്തിലെത്തിച്ച് അവിടെ വെച്ച് ഒരാളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അവർക്ക് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥിക്ക് നമുക്ക് ഈ സമ്മാനം കൊടുക്കാവുന്നതുമാണ്. എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ ഒന്നാമത്തെ ചോദ്യം. Centrifugal pumps are working the action of dash process. സെൻട്രിഫ്യൂഗൽ പമ്പ് പ്രവർത്തിക്കുന്നത് ഏത് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്? എ സെൻട്രിപെറ്റൽ, ബി സെൻട്രിഫ്യൂഗൽ, സി ഇനീഷ്യൽ, ഡി none of these. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സിൻ്റെ പേരെന്താണ്? എ കേസിംഗ്, ബി ഐ ഹോൾ, സി ഇംപെല്ലർ, ഡി none of these. Question number 3. The lower end of the suction pipe is fitted with dash. സക്ഷൻ പൈപ്പിൻ്റെ അഗ്രഭാഗത്ത് ഘടിപ്പിക്കുന്നത് എന്താണ്? എ ഫുട്ട് വാൾവ്, ബി സക്ഷൻ വാൾവ്, സി ഗേറ്റ് വാൾവ്, ഡി none of these. Question number 4. Double acting reciprocating pump have. ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് ഉള്ളത് എന്തൊക്കെയാണ്? 2 suction valve and 2 delivery valve, B 1 suction valve and 1 delivery valve, C 2 suction valve and 1 delivery valve, D none of these. Question number 5. Centrifugal pumps are used to transport. സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? എ പ്രഷർ, ബി സ്പീഡ്, സി പവർ, ഡി none of these. Question number 6. Which pump is used for pumping sewage? സീവേജ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പമ്പ് ഏതാണ്? എ സെൻട്രിഫ്യൂഗൽ പമ്പ്, ബി റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സി എയർലിഫ്റ്റ് പമ്പ്, ഡി none of these. Question number 7. Ejector pipe is the parts of dash. എജക്ടർ പൈപ്പ് ഏത് പമ്പിൻ്റെ പാർട്സ് ആണ്? എ സെൻട്രിഫ്യൂഗൽ പമ്പ്, ബി റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സി എയർലിഫ്റ്റ് പമ്പ്, ഡി none of these. Question number 8. ഒരു കിണറിൻ്റെ വാട്ടർ ലെവൽ മുതൽ പമ്പിൻ്റെ സെൻറ്റർ വരെയുള്ള കുത്തനെയുള്ള ഉയരത്തെ എന്താണ് പറയുന്നത്? സക്ഷൻ ഹെഡ്, ബി ഡെലിവറി ഹെഡ്, സി ടോട്ടൽ ഹെഡ്, ഡി none of these. Question number 9. Which of the following is example of rotary displacement pump? റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ഉദാഹരണം ഏതാണ്? എ ഗിയർ പമ്പ്, ബി വെയിൻ പമ്പ്, സി റോട്ടറി പിസ്റ്റൺ പമ്പ്, ഡി all of these.
Question number 10. Efficiency of an airlift pump is. ഒരു എയർലിഫ്റ്റ് പമ്പിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? എ ലെസ് ദാൻ 50%, ബി മോർ ദാൻ 50%, സി എബോവ് 80%, ഡി നൺ ഓഫ് ദീസ്. 26/6/2020 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായി എല്ലാവരും ഉത്തരം അയക്കുക. മത്സരത്തിന് തയ്യാറെടുക്കുന്ന എല്ലാ ട്രെയിനികൾക്കും എൻ്റെ നന്ദി, നമസ്കാരം.